അതിദാരിദ്ര്യം ഇല്ലാതാക്കിയത് LDF സർക്കാരിന്റെ പ്രധാന നേട്ടമെന്ന് CPIM നേതാവ് തോമസ് ഐസക്. സുപ്രധാനമായ മറ്റൊരു നേട്ടം കൂടി ഉണ്ടായി. തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിൽ 10 വർഷം കൊണ്ട് കുറഞ്ഞു. കേന്ദ്രത്തിന്റെ കണക്കാണിത്. 2025-26 സർവേ റിപ്പോർട്ട് പ്രകാരം 4.3% മാത്രം. 11.4% നിന്നാണ് 10 വർഷം കൊണ്ട് ഈ കുറവ് ഉണ്ടായത്. 72 നിർദ്ദേശങ്ങൾ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാത്തതെന്നും അദ്ദേഹം വിമർശിച്ചു. LDF പ്രകടന പത്രിക പൂർണ്ണമായും നടപ്പാക്കും. UDF പ്രകടന പത്രികയിൽ കിഫ്ബിയെക്കുറിച്ച് പരാമർശമേ ഇല്ല. പദ്ധതികൾ എങ്ങനെ നടപ്പാക്കുമെന്ന് UDF പറയേണ്ട. കിഫ്ബിയെ തകർക്കാനാണ് ശ്രമം. ക്ഷേമ പ്രവർത്തനങ്ങൾ UDF എങ്ങനെ നടപ്പാക്കും? UDF എങ്ങനെ പണം കണ്ടെത്തും? GSTയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പോലും UDFിനില്ല. UDFിനും NDAയ്ക്കും വിഭവസമാഹരണത്തിന് കാഴ്ചപ്പാടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സുധാകരന്റെ നരക കേരളം പരാമർശം. സുധാകരന്റേത് പ്രഹസനം. രാഷ്ട്രീയ നിലപാട് സാധൂകരിക്കാൻ എന്തും വിളിച്ചു പറയുന്നു. സുധാകരൻ പാർട്ടി വിട്ടിട്ട് ഇത്ര നാളിലേ ആയുള്ളൂ. ആ കാലം കൊണ്ട് പാർട്ടിയും സർക്കാരും മാറി മറിഞ്ഞെന്നാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. സുധാകരന് ഭ്രമം, അധികാരമോഹം, സഹതാപം തോന്നുന്നു. SDPI രാഷ്ട്രീയ കൂട്ടുകെട്ട് ചർച്ച നടന്നിട്ടില്ല. SDPI എന്നല്ല ആര് വോട്ട് തന്നാലും സ്വീകരിക്കുമെന്നും തോമസ് ഐസക് കൂട്ടിച്ചേർത്തു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.